നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ സുരേഷ്. നമുക്ക് ഇന്ന് കുറച്ച് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ടോക്സിസിറ്റി, ഇത് എല്ലാവരും വളരെയധികം കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും അല്ലേ? ടോക്സിക് പീപ്പിൾ, ടോക്സിക് റിലേഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടോക്സിസിറ്റി എന്ന് പറയുന്നത് ഒരു മോശം സ്വഭാവം മാത്രമല്ല, അത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന, സെൽഫ് വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, മനസ്സിന്റെ സമാധാനത്തെ തല്ലിക്കെടുത്തുന്ന ഒരു പ്രവണതയാണ്. എന്താണ് ടോക്സിസിറ്റി? നമ്മുടെ സൈക്കോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹർട്ട് ചെയ്യുക എന്നുള്ളതാണ് ടോക്സിസിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തെ അനുഭവമല്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരമായി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുക, സ്ഥിരമായി നെഗറ്റിവിറ്റി പറയുക, നമ്മടുത്ത് ജലസി, എൻവി, അവഗണന എല്ലാം കാണിച്ചുകൊണ്ട് നമ്മളെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ, ഒരാളുടെ സാമൂഹ്യവും സാംസ്കാരികവുമായും ഒക്കെ ഉള്ള അതിർവരമ്പുകൾ ലംഘിച്ച് ഉള്ള വേറൊരാളുടെ ഇന്റർഫറൻസ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എനർജി ഡ്രെയിൻ ആകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, ക്ഷീണവും ഉത്കണ്ഠയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥ. അതായത് ഒരാളോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഫീലിങ്സ് വരികയും നമ്മുടെ നമുക്ക് അധികമായി ക്ഷീണം, എക്സോസ്റ്റഡ് ഫീലിംഗ് വരികയും നമ്മൾ ഒന്നിനും കൊള്ളില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ ടോക്സിക് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് ഈ ടോക്സിക് റിലേഷൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ്? നമുക്ക് അധികമായി ആങ്സൈറ്റി ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, നമ്മുടെ കോൺഫിഡൻസ് എല്ലാം ചോർന്നു പോവുക, നമ്മൾ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലാവുക, കൺഫ്യൂസ്ഡ് ആവുക, ഒറ്റപ്പെടുക, ശാരീരികമായും നമ്മൾ വളരെ ഹെൽത്തി ആണെങ്കിൽ പോലും മാനസികമായും നമ്മൾ വളരെ ഡ്രെയിൻ ഔട്ട് ആവുന്ന ഒരവസ്ഥ. എങ്ങനെ നമുക്ക് നമ്മളെ ഈ ടോക്സിക് റിലേഷൻസിൽ നിന്നും രക്ഷപ്പെടുത്താം? കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നോ പറയേണ്ട അവസ്ഥകളിൽ നോ പറയാൻ പഠിക്കുക. നമ്മളെ വളരെ നല്ല കുട്ടിയായിട്ടാണ് നമ്മുടെ വീട്ടുകാരെല്ലാം വളർത്തിയേക്കുന്നത്. എന്ത് ചെയ്താലും നമ്മൾ നല്ല കുട്ടി, നല്ലതായിട്ട് ജോലി ചെയ്യുന്നു, എല്ലാം പറഞ്ഞാൽ കേൾക്കും, എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പ്രോത്സാഹനം തന്നാണ് നമ്മളെ വീട്ടുകളിൽ വളർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള നമുക്ക് നോ പറയാൻ പല അവസരങ്ങളിലും നമുക്ക് കഴിയാറില്ല. പക്ഷേ നോ പറയാൻ നമ്മൾ പഠിക്കുക. നമ്മുടെ ലിമിറ്റേഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തന്നെ പറയുക. അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ, ഇമോഷണൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ എന്ത് കാര്യങ്ങളാണേലും നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ തുറന്നു പറയുക. ഒരാളുടെ ടോക്ക് നമുക്ക് അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടത്തുള്ള ഇടപെടലുകൾ നമ്മൾ മാക്സിമം കുറയ്ക്കുക. നമുക്ക് അത് വീണ്ടും നമുക്ക് ഒന്ന് കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ പൂർണ്ണമായും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനൊരു ടോക്സിക് റിലേഷനിൽ നമ്മൾ വളരെ വീക്കായി നമ്മൾ അനുഭവപ്പെടും. കാരണം നമ്മൾ ഒന്നിനും കൊള്ളില്ല, നമ്മൾ സെൽഫ് വർത്ത് അല്ല എന്നുള്ളൊരു രീതിയിലാണ് ബാക്കിയുള്ള ആൾക്കാർ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. ഈ ഉള്ളൊരു കൂട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാണ്ടാവും എന്നുള്ളൊരവസ്ഥയിലാവും നമ്മൾ. അപ്പൊ നമ്മൾ മാക്സിമം അവരുമായിട്ട് ക്ലിങ് ചെയ്യാൻ നോക്കും. ഓക്കെ, പക്ഷെ അതൊരിക്കലും ശരിയായ ഒരു പ്രവണതയല്ല. നിങ്ങൾ എപ്പം ഡ്രെയിൻ ഔട്ട് ആയെന്ന് മനസ്സിലാക്കുന്നു, ഒരാളുടെ ടോക്സിസിറ്റി നിങ്ങളെ എപ്പോൾ ഡ്രെയിൻ ഔട്ട് ആവുന്നു, നിങ്ങൾ ഗുഡ് ഫോർ നത്തിങ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു, അന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻ ടോക്സിക് ആണെന്നും. ഇതിപ്പോ ഫ്രണ്ട് ആയാലും ശരി, ഫാമിലി ആണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ ക്ലിങ് ഓൺ ചെയ്യാണ്ടിരിക്കുക. വിട്ടു നിൽക്കുന്നത് ദുർബലതയല്ല, ബുദ്ധിമുട്ടുള്ള ധൈര്യമാണ്. സമാധാനത്തെ തിരഞ്ഞെടുക്കുക.